Hello friends, welcome to Susan and John MathTube. This is part 2 in the inverse trigonometric functions. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ചുകൂടെ ബേസിക് കാര്യങ്ങളും എന്നിട്ട് ഡയറക്റ്റായിട്ട് സിമ്പിൾ പ്രോബ്ലംസ്. ഓക്കെ, സോ ഇന്നലെ നമ്മൾ കുറേ ഇമ്പോർട്ടൻറ്റ് കാര്യം പഠിച്ചായിരുന്നു. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, സൈൻ എക്സ് ഇസ് നോട്ട് എ ബൈജക്റ്റീവ് ഫംഗ്ഷൻ. സൈൻ എക്സ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ അല്ല. ആൻഡ് സൈൻ എക്സ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ അല്ലാത്തത് കൊണ്ട് സൈൻ ഇൻവേഴ്സ് എക്സ് എന്നൊരു സാധനം എക്സിസ്റ്റ് ചെയ്യുന്നില്ല ഇൻ ജനറൽ. അപ്പോൾ പിന്നെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഈ ചാപ്റ്ററിൻ്റെ പേര് തന്നെ തെറ്റല്ലേ എന്ന്. ഇൻ എ വേ ഇറ്റ്സ് റോങ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, വി റെസ്ട്രിക്റ്റ് ദ ഫംഗ്ഷൻ. സൈൻ എക്സിൻ്റെ ഗ്രാഫ് മൊത്തത്തിലെടുക്കാതെ വി ടേക്ക് എ പാർട്ട് ഓഫ് സൈൻ എക്സ്. ഏത് പാർട്ടാണ് എടുക്കേണ്ടത്? -90ക്കും 90ക്കും ഇടയ്ക്ക്. സോ -90 to 90ക്ക് ഇടയ്ക്ക് സൈൻ എക്സിൻ്റെ ഗ്രാഫിൽ ഒരു വാല്യൂ പോലും റിപ്പീറ്റ് ചെയ്യത്തില്ല. ദാറ്റ് മീൻസ് ഇറ്റ്സ് എ ബൈജക്റ്റീവ് ഫംഗ്ഷൻ. 1 1 ആണ്, ഓൺ 2 ആണ്. സോ നാച്ചുറലി ഈ ഭാഗത്ത് ഇൻവേഴ്സ് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഫോർമുല പോലെ ഇത് പഠിച്ചു വയ്ക്കണം. സൈൻ ഇൻവേഴ്സ് ഇസ് എ ഫംഗ്ഷൻ ഫ്രം -1 to 1. കാരണം മനസ്സിലാവുന്നുണ്ടോ? സൈൻ എക്സിൻ്റെ മാക്സിമം വാല്യൂ 1 ആൻഡ് മിനിമം വാല്യൂ -1. സൈനകത്ത് ഏത് ആംഗിൾ നിങ്ങൾ ഇട്ടാലും 1-നപ്പുറം ഒരു വാല്യൂ കിട്ടത്തില്ല. അതുപോലെ -1 താഴെ ഒരു വാല്യൂ വരത്തില്ല. സോ ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന സൈൻ ഇൻവേഴ്സ് അല്ലേ. സോ വി നോ ദാറ്റ് ദ ആൻസർ ഓർ ദ ഇൻപുട്ട് വാല്യൂസ് വിൽ ബി ഓൾവേസ് ബിറ്റ്വീൻ -1 and 1. ആരെങ്കിലും ഒന്ന് സൈൻ ഇൻവേഴ്സ് 3 എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. സൈൻ എക്സിൻ്റെ വാല്യൂ ഒരു കാലത്തും 3 ആവാൻ പോകുന്നില്ല. സോ സൈൻ ഇൻവേഴ്സ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഡസൻറ്റ് എക്സിസ്റ്റ്. ഓക്കെ, സോ സൈൻ ഇൻവേഴ്സ് ഇസ് എ ഫംഗ്ഷൻ വിത്ത് ഇൻപുട്ട് വാല്യൂസ് ബിറ്റ്വീൻ -1 and 1. അതുപോലെ ഞാൻ പറഞ്ഞെന്തോ ആൻസേഴ്സ് ഏതിനിടയ്ക്ക് എഴുതണം? -90 90ക്കകത്ത് ആൻസർ ആണ്. സോ ഇത് പഠിച്ചു വയ്ക്കണം. ബിക്കോസ് ദേ മൈറ്റ് ആസ്ക് ദ പ്രിൻസിപ്പൽ ബ്രാഞ്ച് ഓർ ടു റൈറ്റ് ദ ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ്. ഓക്കെ, ഇതുപോലെ കോസ് ഇൻവേഴ്സ്. കോസ് എക്സിൻ്റെ ഗ്രാഫിനൊരു പ്രശ്നമുണ്ട്. സൈൻ എക്സിൻ്റെ ഗ്രാഫ് പോലെ അല്ല. കോസ് 0 is 1 ആൻഡ് കോസ് 90 ആൻഡ് കോസ് -90 0 ആയി. സോ ഈ -90 90 എന്നുള്ള പാർട്ട് നമുക്ക് എടുക്കാൻ പറ്റത്തേ ഇല്ല. കാരണം ദ വാല്യൂസ് റിപ്പീറ്റ്. സോ റിപ്പറ്റീഷൻ ഇല്ലാത്തൊരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയർ ദ ഒറിജിൻ, റിപ്പറ്റീഷൻ ഇല്ലാത്തൊരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 to 180. സോ കോസ് ഇൻവേഴ്സ് is a function from, again cosൻ്റെ പ്രത്യേകത -1 1 അടയ്ക്കുക, but it will be a function from 0 to pi, -1 to 1 to 0 pi. അതായത് അതിൻ്റെ ആൻസർ 0ക്കും 180ക്കും ഇടയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, ഇന്നലെ ഞാൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു. സൈൻ ഇൻവേഴ്സിന് കുറേ ഫ്രണ്ട്സ് ഉണ്ട്. സൈൻ ഇൻവേഴ്സ്, ടാൻ ഇൻവേഴ്സ്, കൊസൈക്ക് ഇൻവേഴ്സ്. പഠിക്കാൻ ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് ഇതാണ്. ഈ 3 പേരുടെയും പ്രത്യേകത നമ്മുടെ പ്രിൻസിപ്പൽ ബ്രാഞ്ച് ഏകദേശം സെയിം ആയിട്ട് വരും. ഓക്കെ, ഏകദേശം ഇൻ ദ സെൻസ് ടാൻ ഇൻവേഴ്സിന് പല ആൾക്കാരെയും കണ്ണിലെടുത്താൽ കാണത്തില്ല. ടാൻ 90 ഇൻഫിനിറ്റി ആയതുകൊണ്ട് നമുക്കിവിടെ 90 ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ടാൻ ഇൻവേഴ്സിന് ചെറിയൊരു റിപ്പയർ ചെയ്യാനുണ്ട്. ടാൻ ഇൻവേഴ്സിൻ്റെ വേറൊരു പ്രത്യേകത, ടാൻ എക്സിൻ്റെ ഗ്രാഫ് ഓർമ്മ ഉണ്ടോ ക്ലാസ് 11th നിന്ന്? ടാൻ എക്സിൻ്റെ വാല്യൂ എന്ത് വേണമെങ്കിലും ആവാം. It can go from 0 to infinity. And ഇപ്പുറത്തെ സൈഡ് നോക്കിയാൽ it can go from -infinity to 0. So tan എക്സിന് ഏത് റിയൽ നമ്പർ വേണമെങ്കിലും ഔട്ട്പുട്ടായിട്ട് വരാം. ഈ സൈൻ എക്സിനെയും കോസ് എക്സിനെയും പോലെ അല്ല. സൈൻ എക്സും കോസ് എക്സും -1 1 ഇടയ്ക്ക് റെസ്ട്രിക്റ്റഡാണ്. സോ ടാൻ ഇൻവേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം റിയൽ നമ്പേഴ്സ് ടു, ഞാൻ സീക്രട്ട് പറഞ്ഞില്ല, ഇവരെല്ലാം കൂട്ടുകാരാണ്. സോ ഇറ്റ് ഈസ് ബിറ്റ്വീൻ -90 and 90. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഈ -90 90യും ഇൻക്ലൂഡ് ചെയ്യരുത്. ഇങ്ങനെ ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഈ അറ്റത്തുള്ള പോയിൻറ്റ്സ് ഇൻക്ലൂഡഡ് അല്ല എന്നർത്ഥം. അതിന് ഇടയ്ക്കുള്ള ഏത് നമ്പർ വേണേലും ആവാം. ഇറ്റ്സ് കോൾഡ് ഓപ്പൺ ഇൻ്റർവൽ. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ബേസിക് പ്രോബ്ലം. ഓക്കെ, തുടങ്ങുന്നതിന് മുമ്പ് ഒരു കോമൺ മിസ്റ്റേക്ക്, ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാക്കുന്നൊരു മിസ്റ്റേക്ക്. സപ്പോസ് സൈൻ എക്സ് ഈക്വൽ ടു 1/2. ഒരുപാട് പണ്ട് ഒരു സ്റ്റുഡൻറ്റ് എന്നോട് ചോദിച്ചിട്ടുണ്ട്,
ഈ സൈനിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതാണോ സൈൻ ഇൻവേഴ്സ്? കാരണം പുള്ളിക്കാരൻ നോക്കിയപ്പം എക്സിനെ ഇങ്ങനെ 1/sin ആക്കാം. എന്നിട്ട് ആരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് 1/a എന്ന് വെച്ച് കഴിഞ്ഞാൽ a⁻⁻1. അപ്പോൾ പുള്ളിക്കാരനായിട്ടൊരു ലോജിക് ഉണ്ടാക്കി സൈൻ ഇൻവേഴ്സ് 1/2. പക്ഷേ ഇത് തെറ്റാണ്, ഇതല്ല ഇതിൻ്റെ ലോജിക്. എനിവേ, ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു സൈൻ എക്സ് ഇസ് ഈക്വൽ ടു 1/2 എന്ന ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന, പക്ഷേ പ്രിൻസിപ്പൽ ബ്രാഞ്ചിനകത്തുള്ള ആൻസറാണ് സൈൻ ഇൻവേഴ്സ് 1/2. അതിന് വേറെ മീനിങ് കാണാൻ പോകരുത്. അതുപോലെ വേറൊരു മിസ്റ്റേക്ക് പലരും എഴുതുന്നുണ്ടാവും, സൈൻ എക്സ് ഇസ് ഈക്വൽ ടു 1/2. ഇത് ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാക്കുന്നൊരു മിസ്റ്റേക്കാണ്. അവർ പറയും ഇതിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോയാൽ മതി, എക്സ് വിൽ ബി സൈൻ ഇൻവേഴ്സ് 1/2. ഓക്കെ, ആൻസർ കിട്ടും, പക്ഷെ അത് തെറ്റാണ്. ഇതിന് ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുന്നതല്ല. ഫസ്റ്റ് ചാപ്റ്റർ ഫങ്ഷൻസിനകത്ത് നിങ്ങൾ പഠിക്കുന്നുണ്ട് എഫ് ഇൻവേഴ്സും എഫും. വേർ എഫ് ഇസ് എനി ഫങ്ഷൻ ആയിരിക്കണം, അത് ദാറ്റ്സ് എ ബേസിക് കണ്ടീഷൻ. എഫ് ഇൻവേഴ്സും എഫും ഒരുമിച്ച് കോമ്പോസിഷൻ എടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എക്സ്. ഇത് വെട്ടിപ്പോവാന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. ഇവർ രണ്ടും റിവേഴ്സ് ജോബായിരിക്കും ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ബുക്ക് തുറക്കുക, ബുക്ക് അടയ്ക്കുക. സോ വിൽ ബി അറ്റ് ദ സെയിം പോയിൻറ്റ്. സോ ഒരു ഫങ്ഷൻ ഇൻവേഴ്സും കൂടെ ഒരുമിച്ച് ഓപ്പറേറ്റ് ചെയ്യുമ്പം ഇതിനെ എഫും 1/f എന്ന് കാണരുത്, ദാറ്റ് ഇസ് റോങ്. മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. പക്ഷേ മാട്രിക്സിൻ്റെ കേസിൽ എ ഇൻവേഴ്സിന് ഐഡൻറ്റിറ്റി മാട്രിക്സ് എന്ന് എഴുതുമ്പം ക്യാൻ വി സേ ഇറ്റ്സ് a into 1/a? സോ ആ കോൺസെപ്റ്റ് തെറ്റാണ്. സോ ഫസ്റ്റ് തിങ് സപ്പോസ് യു ഹാവ് സൈൻ എക്സ് ഈക്വൽ ടു 1/2. സോ ഇവിടെ എന്താ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡിലും വി ടേക്ക് ഇൻവേഴ്സ്. ഇനി സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പ്രോപ്പർട്ടി കാരണം എന്തുമായിട്ട് മാറും? എക്സ്. സോ ബേസിക്കലി ഇങ്ങനെയാണ് എക്സിൻ്റെ വാല്യൂ സൈൻ ഇൻവേഴ്സ് 1/2 ആവുന്നത്. പക്ഷേ ഇത് വളരെ ഒരു സിമ്പിൾ സ്റ്റെപ്പ് ആയതുകൊണ്ട് ബുക്സിനകത്ത് ഇത് അവർ എഴുതത്തില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആയിട്ടുള്ള അർത്ഥം കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. സോ ഓർത്തിരിക്കുക. ഐ ഗിവ് യു വൺ മോർ എക്സാമ്പിൾ. ടാൻ എക്സ് ഇസ് ഈക്വൽ ടു 1. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് സൈഡിലും ടാൻ ഇൻവേഴ്സ് എടുക്കാം. വി ആർ ഓപ്പറേറ്റിംഗ് വിത്ത് ടാൻ ഇൻവേഴ്സ് എക്സ്. ഫങ്ഷൻസ് എപ്പോഴും നമ്മൾ ഓപ്പറേറ്റാണ് ചെയ്യേണ്ടത്. സോ വി ആർ ഓപ്പറേറ്റിംഗ് വിത്ത് ടാൻ ഇൻവേഴ്സ് ഓൺ ബോത്ത് സൈഡ്സ്. ഇനി ഫസ്റ്റ് ചാപ്റ്ററിലെ പ്രോപ്പർട്ടി അനുസരിച്ച് എന്തുവാ ടാൻ ഇൻവേഴ്സ് ടാൻ എക്സ്? എക്സ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഓപ്പറേഷൻ ചെയ്യുക, അതിന് നേരെ റിവേഴ്സ് ഓപ്പറേഷൻ ചെയ്യുക. സോ വിൽ ബി അറ്റ് ദ സെയിം പോയിൻറ്റ്. ഓക്കെ, ഇങ്ങനെയാണ് ടാൻ എക്സിന് അപ്പുറത്തെടുക്കുക എന്ന് ഒരുപാട് സ്റ്റുഡൻസ് വിശ്വസിക്കുന്നതിൻ്റെ സ്റ്റെപ്പ്. ബട്ട് ഇത് എക്സാമിന് എഴുതേണ്ട കാര്യമല്ല എന്ന് പറഞ്ഞ്, ബട്ട് യു ഷുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ഇൻ എ റോങ് മാനർ. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ഫോർ ദ സിമ്പിൾ പ്രോബ്ലംസ്. സപ്പോസ് യു വാണ്ട് ടു ഫൈൻഡ് സൈൻ ഇൻവേഴ്സ് 1/2. ഇതിന് ലോങ് പ്രോസസ്സും ഉണ്ട്, ഷോർട്ട് പ്രോസസ്സും ഉണ്ട്. എനിവേ, ലെറ്റ്സ് ഗോ ഫോർ ദ ലോങ് പ്രോസസ്. So the first thing is you call it x. Okay, ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ we take sin on both sides. And ഞാൻ പറഞ്ഞില്ല, ആ സ്റ്റെപ്പ് സിമ്പിൾ ആയതുകൊണ്ട് പലരും എഴുതത്തില്ല. Still, for your advantage, I'll do that. And remember, everything works on the property f inverse f of x is equal to x, and that is equal to f inverse of x. So രണ്ട് സൈഡിലും സൈൻ എടുക്കുക. സോ വി ഗെറ്റ് സൈൻ ഇൻവേഴ്സ് 1/2. ബട്ട് ദിസ് വിൽ ബിക്കം 1/2. സോ വി ഗെറ്റ് ദ ഇക്വേഷൻ സൈൻ എക്സ് ഈക്വൽ ടു 1/2. ഇതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. ആൻഡ് വൺ മോർ തിങ്, ഈ പ്രോപ്പർട്ടി വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഫ് ഷുഡ് ബി എ ബൈജക്റ്റീവ് ഫങ്ഷൻ. that is why we learned part 1. നമ്മളതാ ഉറപ്പ് വരുത്തുന്നത്, സൈൻ ഇൻവേഴ്സ് ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷനാണെന്ന്, സൈൻ ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷനാണെന്ന്. ആൻഡ് ദാറ്റ് ഇസ് വൈ ദ ഡൊമൈൻ ഇസ് റെസ്ട്രിക്റ്റഡ്. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു 1/2. ഇനി എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വി റൈറ്റ് സൈൻ എക്സ് ഈക്വൽ ടു, യു ഹാവ് ടു ഗെസ് സൈൻ എത്ര ഡിഗ്രി. നിങ്ങൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. സൈൻ എത്ര ഡിഗ്രിയാ? ഓക്കെ, 30 ഡിഗ്രി.
യാ ദാറ്റ്സ് ഇറ്റ്. ഇനി അടുത്തൊരു കോമൺ മിസ്റ്റേക്ക്, രണ്ട് സൈഡ് സൈൻ എക്സ് അങ്ങ് വെട്ടിക്കളയല്ലേ, അങ്ങനെ വെട്ടാനൊന്നും പറ്റത്തില്ല. സോ വാട്ട് വി ഡു ഇസ് വി ഓപ്പറേറ്റ് വിത്ത് സൈൻ ഇൻവേഴ്സ് ഓൺ ബോത്ത് സൈഡ്സ്. പക്ഷേ ഈ സ്റ്റെപ്പ് സിമ്പിൾ ആയതുകൊണ്ട് പല ബുക്സും ഇത് സ്കിപ്പ് ചെയ്യും. എന്നിട്ട് സ്റ്റുഡൻസ് എന്ത് ചെയ്യും, രണ്ട് സൈഡ് വെട്ടുന്നതാണെന്ന് മനസ്സിലങ്ങ് അസ്യൂം ചെയ്യും. ഓക്കെ, അങ്ങനെ ചെയ്യരുത്. സോ എക്സ് ഇസ് ഇക്വൽ ടു 30 ഡിഗ്രി. പക്ഷേ ഈ സ്റ്റെപ്പ് എക്സാമിന് എഴുതേണ്ട കാര്യമില്ല. ഇനി ഇതിന് റേഡിയനിലോട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ യു മൾട്ടിപ്ലൈ ബൈ പൈ ബൈ 180 ഡിഗ്രി മാറ്റിക്കളയ. സോ ദാറ്റ് വിൽ ബി പൈ ബൈ 6. ദാറ്റ്സ് ഇറ്റ്. സോ സിമ്പിൾ. ഓക്കെ, ഇനി ബിഫോർ വി സ്റ്റാർട്ട്, ഈ ലോങ് പ്രോസസ്സാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് മൈനസ് സൈൻ തീറ്റ ഇസ് സൈൻ മൈനസ് തീറ്റ. ഇത് ക്ലാസ് 11th പഠിക്കുന്നത്. ഇനി സൈൻ്റെ കൂട്ടുകാരാരൊക്കെയാണ്? ഓക്കെ, ടാനും വേറൊരാളും കൂടെ ഉണ്ടായിരുന്നല്ലോ, കൊസൈക് തീറ്റയും. ഇതിന് രണ്ടിനും ഇതേ പ്രോപ്പർട്ടി ഫോളോ ചെയ്യും. ദാറ്റ് ഇസ് മൈനസ് ടാൻ തീറ്റ ഇസ് ടാൻ മൈനസ് തീറ്റ, മൈനസ് കൊസൈക് തീറ്റ ഇസ് കൊസൈക് മൈനസ് തീറ്റ. ഇനി ബാക്കി മൂന്ന് കൂട്ടുകാരാരൊക്കെയാണ്? ഓക്കെ, കോസ് തീറ്റ, സെക് തീറ്റ ആൻഡ് കോട്ട് തീറ്റ. ഈ മൂന്ന് പേരുടെയും പ്രത്യേകത, മൈനസ് വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ യു ഷുഡ് പുട്ട് ഇറ്റ് ആസ് കോസ് പൈ മൈനസ് തീറ്റ. ഈ റൂള് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് 11th പഠിക്കുന്ന റൂള്. ആൻഡ് ദ സെയിം തിങ് ഫോർ സെക് ആൻഡ് ദ സെയിം തിങ് ഫോർ കോട്ട്. സോ യു ക്യാൻ നോട്ട് ദിസ് തിങ്. ഒരു ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഒരു വീഡിയോ ലെസൺ എഫക്റ്റീവ് ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഒരു പെന്നും പേപ്പറും ഉണ്ടാവണം. ഒരു സിനിമ കാണുന്ന പോലെ ഇത് കാണരുത്. യു ഷുഡ് ഓൾവേസ് ഹാവ് എ പെൻ ആൻഡ് എ പേപ്പർ വിത്ത് യു. മാത്സ് എഴുതി മാത്രമേ പഠിച്ച് മാർക്ക് വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. സോ ഐ ഹോപ്പ് യു ആർ ഡൂയിങ് ദാറ്റ്. ഓക്കെ, സോ ഇനി നെഗറ്റീവ് ഉള്ളൊരു പ്രോബ്ലം ചെയ്യാം. സൈൻ ഇൻവേഴ്സ് minus 1 by root 2. So, what's the first thing? Okay, give it a name. ഒരു പേരങ്ങ് കൊടുക്കുക. ലെറ്റ് എക്സ് ഈക്വൽ ടു. എന്നിട്ട് രണ്ട് സൈഡിലും സൈൻ എടുക്കുക. സോ സൈൻ എക്സ് ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ്. പരീക്ഷയ്ക്ക് ഇത് എഴുതേണ്ട കാര്യമില്ല. ഇത് ഒത്തിരി സില്ലി ആയിട്ടുള്ളൊരു സ്റ്റെപ്പ്. പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുക. എന്നുവെച്ചാൽ ഒരുപാട് സ്റ്റുഡൻസ് ഓരോ അവരവരുടെയായിട്ടുള്ള ലോജിക് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ സൈൻ എക്സ് ഇസ് ഈക്വൽ ടു, ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം, എഫ് ഇൻവേഴ്സ് എക്സ് വിൽ ബി ഈക്വൽ ടു എക്സ്. ദിസ് ഇസ് കോൾഡ് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ. ഈ രണ്ടെണ്ണം കൂടെ കമ്പൈൻ ചെയ്യുമ്പം ഐഡൻറ്റിറ്റി ഫംഗ്ഷനായിട്ട് മാറും. ആൻഡ് ദാറ്റ് ഇസ് എക്സ്. സോ ദിസ് വിൽ ബി -1 by root 2. ഓക്കെ, ഇനി നോക്കി, ഇവിടെ സൈൻ അല്ലേ. സോ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സൈൻ എക്സ് ഈക്വൽ ടു മൈനസ് അവിടെ തന്നെ കിടക്കട്ടെ, അതിനെപ്പറ്റി അങ്ങ് മറന്നു വയ്ക്കുക. ഇത് സൈൻ എത്ര ഡിഗ്രിയാണെന്നങ്ങ് പറയുക. ഓക്കെ, 45 ഡിഗ്രി. ഇനി ഞാനൊരു കാര്യം പറഞ്ഞെന്നല്ലേ, നമ്മുടെ ആദ്യത്തെ 3 കൂട്ടുകാർ, ഈ 3 പേരുടെ അകത്തോട്ട് മൈനസ് കയറി അങ്ങ് പോകും. ഓക്കെ, ഇത് ഈ ഗ്രൂപ്പിലുള്ളതല്ലേ. അപ്പം മൈനസിന് സൈൻ -45 ഡിഗ്രി. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾക്ക് എഴുതാം എക്സ് ഈക്വൽ ടു -45. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് കട്ട് ചെയ്ത് കളയുന്നതല്ല. സോ വാട്ട് വി ഡു ഇസ് വി ടേക്ക് സൈൻ ഇൻവേഴ്സ് ഓൺ ബോത്ത് സൈഡ്സ്. ഈ സ്റ്റെപ്പ് എക്സാമിന് എഴുതേണ്ട കാര്യമില്ല. ഓക്കെ, സോ വി ഗെറ്റ് എക്സ് ഇസ് ഈക്വൽ ടു -45 ഡിഗ്രി ആൻഡ് എങ്ങനെയാണ് റേഡിയനിലോട്ട് മാറ്റേണ്ടത്? ഇൻറ്റു പൈ ബൈ 180. ആൻഡ് ദാറ്റ് മീൻസ് എക്സ് ഈക്വൽ ടു -π/4. എക്സ് എന്ന് പറഞ്ഞാൽ ആരാ? നമ്മുടെ സൈൻ ഇൻവേഴ്സ്. ഓക്കെ, ഒരു പ്രോബ്ലം കൂടെ. കോസ് ഇൻവേഴ്സ് -1/2. ഓക്കെ, സോ ഫസ്റ്റ് തിങ് ഇതിനൊരു പേര് അങ്ങോട്ട് കൊടുക്കുക. ദ നെക്സ്റ്റ് തിങ് ടേക്ക് കോസ് ഓൺ ബോത്ത് സൈഡ്സ്. സോ എന്താ സംഭവിക്കുക? ഇവിടെ കോസ്, ഇവിടെ കോസ്. സോ വി ഗെറ്റ് കോസ് വൈ ഈസ് ഈക്വൽ ടു, ദിസ് വിൽ ഡിസപ്പിയർ ആൻഡ് വി ഗെറ്റ് -1/2. ഓക്കെ, ആൻഡ് ദാറ്റ് മീൻസ് കോസ് വൈ ഈസ് ഈക്വൽ ടു മൈനസ്, ഈ മൈനസ് അവിടെ കിടക്കട്ടെ. ഇനി ഈ പാർട്ട് മാത്രം ശ്രദ്ധിക്കുക. ദിസ് ഇസ് കോസ് എത്ര ഡിഗ്രി? കോസ് 60 ഡിഗ്രി. ഓക്കെ, ഇനി മുകളിലത്തെ ലിസ്റ്റ്,
ലിസ്റ്റ് നിങ്ങൾ എഴുതിയെന്ന് വിശ്വസിക്കുന്നു. ഇനി ഈ 3 കൂട്ടുകാരെ നോക്കുക, കോസ്, സേക്ക്, കോട്ട്. ഈ 3 എണ്ണത്തിലും നമ്മൾ എങ്ങനെയാണ് മാനിപ്പുലേറ്റ് ചെയ്യേണ്ടത്? കോസ് പൈ മൈനസ് തീറ്റ. കോസ് വൈ ഈസ് ഈക്വൽ ടു കോസ് പൈ മൈനസ് 60 ഡിഗ്രി എന്ന് പറയുമ്പം പൈ ബൈ 3. ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 180 മൈനസ് എന്ന് എഴുതുക. ബട്ട് ക്ലാസ് 11ൽ ഇത് പഠിക്കുന്നതല്ലേ, മൾട്ടിപ്ലൈ ബൈ പൈ ബൈ 180 പൈ ബൈ 3 കിട്ടും. സോ വൈയുടെ വാല്യൂ എത്രയാണ്? പൈ മൈനസ് പൈ ബൈ 3. ഞാൻ വീണ്ടും പറയാം, ഇത് വെട്ടിക്കളയുന്നതല്ല. We are taking cos inverse on both sides. Cos inverse cos will be identity function y. Okay, so y the value, take LCM 2 pi by 3. നിങ്ങളുടെ ബുക്കിൽ തന്നെ ഉള്ളൊരു പ്രോബ്ലം, ഫൈൻഡ് ദ വാല്യൂ ഓഫ് tan inverse 1 പ്ലസ് cos inverse മൈനസ് 1 by 2 പ്ലസ് sin inverse മൈനസ് 1 by 2. അപ്പോൾ ഫസ്റ്റ് ഇത് വി ക്യാൻ കോൾ ഇറ്റ് എക്സ്. പറ്റുമെങ്കിൽ ഡയറക്റ്റ് ആൻസർ തന്നെ എഴുതാൻ പറ്റും, അല്ലാന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡു ദ ഹോൾ ഡ്രാമ. ഇനി എക്സ് ഈക്വൽ ടു ക്യാൻ യു ഗെസ് ഡയറക്ട്ലി 45 ഡിഗ്രി, ദാറ്റ് ഇസ് പൈ ബൈ 4. ഓക്കെ, ഇനി കോസ് ഇൻവേഴ്സ് മൈനസ് 1 by 2. അതിന് വേറൊരു പേര് കൊടുക്കുക, കോസ് ഇൻവേഴ്സ് മൈനസ് 1 by 2. ഇനി ഒരു ട്രിക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾക്ക് ആ ലോങ് മെത്തേഡ് ഫോളോ ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ, എന്നുവെച്ചാൽ CBSE എക്സാംസിന് അവർ ഇത്ര സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ഒരിക്കലും ചോദിക്കത്തില്ല. മേ ബി ഫോർ 1 മാർക്ക് 2 മാർക്ക് ആ പാർട്ടിൽ വരും. പക്ഷേ വലിയ വലിയ പ്രോബ്ലത്തിനിടയ്ക്ക് നമുക്കിങ്ങനെ സ്റ്റെപ്പ് എഴുതി ചെയ്യാൻ പറ്റത്തില്ല. സോ ഡയറക്റ്റായിട്ട് ആൻസർ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ട്രിക്കുണ്ട്. നമ്മൾ നേരത്തെ 3 പേര് ഒരുമിച്ച് എഴുതിയില്ലേ, ഒരു ട്രിക്കുണ്ട്, അത് ഓർത്തിരിക്കുക. സോ സൈൻ ഇൻവേഴ്സ്, ടാൻ ഇൻവേഴ്സ്, ആ 3 കൂട്ടുകാർ, കൊസേക്ക് ഇൻവേഴ്സ്, ഇവരുടെ ആംഗിളിൽ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ, ഇത് ഡയറക്റ്റായിട്ട് എഴുതാനുള്ള ട്രിക്കാണ്. യു ക്യാൻ റൈറ്റ് മൈനസ് മൈനസ് മൈനസ്, മൈനസ് പുറത്തങ്ങ് ചാടി വരും. സോ ഈ പ്രോപ്പർട്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസേഴ്സ് ഡയറക്റ്റായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി ബാക്കി 3 പേര് കോസ് ഇൻവേഴ്സ് മൈനസ് എക്സ്, സെക്ക് ഇൻവേഴ്സ് മൈനസ് എക്സ് ആൻഡ് കോട്ട് ഇൻവേഴ്സ് മൈനസ് എക്സ്. ഇവരുടെ കേസിൽ പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതണം. അതുപോലെ പൈ മൈനസ് സെക്ക് ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതണം. ഇതൊന്ന് ഓർത്തിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസേഴ്സ് ഡയറക്റ്റായിട്ട് എഴുതാൻ പറ്റും. സോ നോക്കിയേ, കോസ് ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഗ്രൂപ്പാണോ രണ്ടാമത്തെ ഗ്രൂപ്പാണോ? ഓഫ്കോഴ്സ് രണ്ടാമത്തെ ഗ്രൂപ്പ്. അപ്പം ഇതിൻ്റെ ആൻസർ പൈ മൈനസ് കോസ് ഇൻവേഴ്സ് 1 by 2. അതായത് പൈ മൈനസ്, ഒന്ന് ഓർത്ത് നോക്കിയേ, കോസിൻ്റെ ഏത് ആംഗിളിലാണ് 1 by 2 വരുന്നത്? 60 ഡിഗ്രി. 60 ഡിഗ്രി എന്ന് പറയുമ്പം പൈ ബൈ 3. സോ ആൻസർ വിൽ ബി 2 pi by 3. കണ്ടില്ലേ, 2 സ്റ്റെപ്പിൽ ആൻസർ കിട്ടും. ഓക്കെ, നമുക്കിത് ഇവിടെയും കൂടെ ഒന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം. സൈൻ ഇൻവേഴ്സ് എന്ന് പറയുമ്പം ആദ്യത്തെ ഗ്രൂപ്പാണോ രണ്ടാമത്തെ ഗ്രൂപ്പാണോ? ഓക്കെ, ആദ്യത്തെ ഗ്രൂപ്പിൽ മൈനസ് പുറത്തോട്ടങ്ങ് ചാടും. സോ സൈൻ ഇൻവേഴ്സ് മൈനസ് 1 by 2 വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ റൈറ്റ് മൈനസ് സൈൻ ഇൻവേഴ്സ് 1 by 2. ഇനി നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക, സൈനിൻ്റെ ഏത് ആംഗിളിലാണ് 1 by 2 വരുന്നത്? സൈൻ 30 എന്ന് പറയുമ്പം പൈ ബൈ 6. ഒന്നുകൂടെ പറഞ്ഞുതരാം, ഡിഗ്രിയെ റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ജസ്റ്റ് മൾട്ടിപ്ലൈ ബൈ പൈ ബൈ 180. ഓക്കെ, നൗ ടേക്ക് LCM ആൻഡ് സിംപ്ലിഫൈ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കാം. ടാൻ ഇൻവേഴ്സ് മൈനസ് 1 പ്ലസ് കോസ് ഇൻവേഴ്സ് 1 by 2 പ്ലസ് സൈൻ ഇൻവേഴ്സ് മൈനസ് 1 by √2. ഓക്കെ, നമുക്കിന്ന് ഡയറക്റ്റ് മെത്തേഡ് ഫോളോ ചെയ്യാം. അപ്പം ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇത് ഏത് ഗ്രൂപ്പിലാണെന്ന് കണ്ടുപിടിക്കണം. ടാൻ ഇൻവേഴ്സ് എന്ന് പറയുമ്പം ആദ്യത്തെ ഗ്രൂപ്പിലാണോ രണ്ടാമത്തെ ഗ്രൂപ്പ്? ആദ്യത്തെ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത മൈനസ്, അത് പുറത്തോട്ട് ചാടും. സോ ദിസ് വിൽ ബി മൈനസ് ടാൻ ഇൻവേഴ്സ് 1. ഓക്കെ, ഇതിപ്പോൾ ഡയറക്റ്റായിട്ട് എഴുതാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, അടുത്ത സ്റ്റെപ്പിൽ ഒരുമിച്ച് ആൻസർ എഴുതാം. ഇനി സൈൻ ഇൻവേഴ്സ് മൈനസ് വന്നിട്ടുണ്ട്. ആദ്യത്തെ ഗ്രൂപ്പാണോ രണ്ടാമത്തെ ഗ്രൂപ്പാണോ? ആദ്യത്തെ ആകുമ്പം മൈനസ് പുറത്തോട്ട് ചാടും.
ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇനി ഒന്ന് ഓർത്തെടുക്കുക, ടാൻ ഇൻവേഴ്സ് 1. ടാൻ എത്ര ഡിഗ്രിയാണ് 1 കിട്ടുന്നത്? 45 ഡിഗ്രി. 45 ഡിഗ്രി എന്ന് പറയുമ്പോൾ 45 ഇൻറ്റു പൈ ബൈ 180, ഒരു കാൽക്കുലേറ്റർ യൂസ് ചെയ്യുക, പൈ ബൈ 4 പ്ലസ് കോസ് ഇൻവേഴ്സ് 1/2. കോസിൻ്റെ ഏത് ആംഗിൾ ഇടുമ്പോഴാണ് 1/2 വരുന്നത്? 60. 60 എന്ന് പറയുമ്പം പൈ ബൈ 3 മൈനസ് സൈൻ പൈ ബൈ 4. സോ സിംപ്ലിഫൈ ആൻസർ കിട്ടും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് ഫസ്റ്റ് എക്സസൈസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഏത് മെത്തേഡ് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ചിലർക്ക് ലോങ് പ്രോസസ്സായിരിക്കും ഇഷ്ടം, പക്ഷേ ചിലർക്ക് ഷോർട്ട് പ്രോസസ്സായിരിക്കും ഇഷ്ടം. എനിവേ, നിങ്ങൾ 2 മെത്തേഡ് യൂസ് ചെയ്ത് നോക്കുക. ആൻഡ് ഐ വിൽ ബി ബാക്ക് സൂൺ. ഇനി അടുത്തൊരു വീഡിയോയിൽ നമ്മൾ കുറച്ചും കൂടെ ടഫ് പ്രോബ്ലംസ് ചെയ്യും. ഓക്കെ, എനിവേ, ഇഫ് യു ലൈക്ക് ദ വീഡിയോ, പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.